അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, ഈ പ്രദേശത്തെ, ഈ കാളിയാല എന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, ഈ പ്രഭാഷണം വീടുകളിലിരുന്നും അങ്ങാടികളിൽ നിന്നുകൊണ്ടുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതിൻ്റെ പിന്നിൽ അത്യധ്വാനം ചെയ്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ വിളിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, അപ്പോൾ അവരോട് ഞാൻ ഒരൊറ്റ വാക്ക് ചോദിച്ചു, പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എവിടെയാണ്? പള്ളിയുടെ പുറത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തും താമസിക്കുന്ന താമസക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ പ്രവർത്തകന് ഒറ്റ വാക്ക് പറഞ്ഞ മറുപടി, ആ പ്രദേശത്തുള്ള ആളുകൾ വളരെ നിഷ്കളങ്കരാണ്. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അതിനർത്ഥം വേറെയുള്ള നാട്ടുകാരൊക്കെ മോശക്കാരാണെന്നൊന്നുമല്ല. അത് നമ്മളെ മനസ്സിന്ന് അവനങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞ വാക്കൊന്നുമല്ല. അത് ഈ നാടിനെ കുറിച്ച് നമ്മുടെ ആളുകൾക്കുള്ള മനസ്സിലുള്ള ഒരു വികാരമാണ്, ഒരു വിചാരമാണ്. അത് പെട്ടെന്നൊരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതാ നാട്ടുകാരങ്ങനെ ആകുന്നത് കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയില്ല. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് വിരോധവും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരിടത്ത് അള്ളാഹുവിൻ്റെ ഒരു ഭവനം വരുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ സന്തോഷമല്ല നമുക്കുണ്ടാക്കുന്നത്. എന്നാൽ ഞാനത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിറങ്ങി ഇതിനിടയിൽ കൂടി നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ആമുഖ സംസാരം നടത്തിയ നമ്മുടെ സഹോദരൻ ഇവിടെ ചില പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി എന്നും പറഞ്ഞു. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, ഇത് രണ്ടും കൂടി എങ്ങനെ പൊക്കുക? അതായത് ഇപ്പം കാറിലിട്ട് വരുമ്പോൾ കുറച്ച് അപ്പുറത്തുനിന്ന് പിന്നെ മിസ്സാബ് താങ്കളിനോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ പ്രഭാഷകൻ പറയുന്നുണ്ട് കുറച്ച് വിഷമവും പ്രയാസമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായി. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ കാര്യമാക്കണില്ല എന്നും പറഞ്ഞു. അപ്പോൾ അത് ഏത് നാട്ടിലും എന്തുണ്ടാവും, അങ്ങനെ വൈകാരികമായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, വളരെ വിവേകത്തോടു കൂടി കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ നാടിൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത് വളരെ വിവേകത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളാണ് വളരെ കൂടുതൽ. അതാണ് ഇതിൻ്റെ മുഖമുദ്ര. അതിന് അപവാദമാണെന്ത് നേരത്തെ പറഞ്ഞ സംഭവം. അപ്പോൾ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ജനറലൈസ് ചെയ്ത് കാണേണ്ടതില്ല എന്നതാണ് നമ്മൾ അതിൽ നിന്ന് ആകത്തുക തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇൻഷാ അല്ലാഹ് എനിക്ക് ശേഷം ഒരു പ്രഭാഷണം കൂടി നടക്കാനുണ്ട്. ഞാനൊരു ആശ്വാസത്തിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ജില്ലാ ഓറിയന്റേഷൻ ക്യാമ്പ് തലപ്പാറയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയ ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം എനിക്ക് വീട്ടിലേക്ക് യാത്ര ചെയ്യാനുണ്ട്.
അപ്പോൾ വല്ലാതെ വൈകിപ്പോയാൽ എനിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ പ്രഭാഷണത്തിന് നമ്മുടെ സുബൈർ സലഫി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പൂർത്തിയാക്കും. അതുകൊണ്ട് നിങ്ങൾക്കിത് ഈ ഒരുമിച്ച് കൂടലും ഈ അധ്വാനവും ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പള്ളിയുടെ ഉദ്ഘാടനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിന് മുമ്പ് പള്ളി ഉദ്ഘാടനത്തിന് നമ്മുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും സമയം കൊടുക്കാൻ ഇല്ലാത്ത വിധം പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒട്ടനവധി ഓരോ ജില്ലകളിൽ ഞാൻ തന്നെ കുറേ പള്ളി ആ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ഇനി അടുത്ത ദിവസം റമദാൻ വരെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇതുപോലെ പള്ളികൾ ഉയർന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അത് വെറുതെ ഉയർന്നു വരുന്നതല്ല. ഈ കഴിഞ്ഞ 2-3-4 വർഷങ്ങൾക്ക് ഇടയിൽ വളരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ് ഇതുപോലെയുള്ള പള്ളികൾ ഉയർന്നു വരുന്നു എന്നത്. എന്നാൽ ഇവിടെയുള്ള ഒരു നന്മ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാധാരണയുള്ള ഇടങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസം ഇവിടെയുള്ള ഈ പള്ളിക്കുണ്ടായിട്ടുണ്ട് എന്നതാണ്. സാധാരണ ആളുകൾ ചിന്തിക്കാറുള്ളത് ഞങ്ങളെ ആ പ്രദേശത്ത് ഒരു പള്ളി വേണം എന്ന് പറഞ്ഞ് അതിന് സ്ഥലം വാങ്ങും, പള്ളി ഉണ്ടാക്കും. എന്നിട്ട് പള്ളി ഉണ്ടായ ശേഷമാണ് പൊതുവെ അവിടെ പിന്നെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി വരാറുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഇവിടെ ആദ്യമേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് അതിന് വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ, മനോഹരമായ സംവിധാനങ്ങൾ എല്ലാം തികഞ്ഞ ശേഷം ആരംഭിക്കുക എന്നതല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. മറിച്ച് ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വേഗം എന്താണോ ഒരു പള്ളി വന്നാൽ, ഒരു മദ്രസ വന്നാൽ, ഒരു സെന്റർ വന്നാൽ അവിടെ നടക്കുക, അത് ആ സൗകര്യങ്ങളൊന്നുമില്ലാതെ തന്നെ ആരംഭിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ കാണിച്ചു എന്നത് അത് വലിയ ഒരു ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, അതിനെക്കുറിച്ചൊക്കെ ബഹുമാന്യനായ പറപ്പൂർ മൗലവി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പള്ളി ഇന്ന് കാണുന്ന ലോകത്ത് തന്നെ അതിനോട് കിടപിടിക്കുന്ന ഒരു പള്ളി വേറെ ഇല്ലെന്ന് നമുക്ക് പറയാം. ആ മദീനയിലെ മസ്ജിദുൻ നബവി. എന്നാൽ അതിന്റെ തുടക്കം എങ്ങനെയാണ്? അതിന്റെ തുടക്കം അതിന്റെ അടിഭാഗത്ത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്നത് പോലെയുള്ള ഗ്രാനൈറ്റും അതുപോലെ തന്നെ ടൈൽസും സംവിധാനങ്ങളൊന്നുമില്ല, വെറും മണലാണ്. അതുപോലെ തന്നെ ഓല കൊണ്ട് മറച്ചതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏതൊരു സ്ഥാപനത്തിന്റെയും പള്ളിയുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ അതിന്റെ ഒക്കെ തുടക്കം അങ്ങനെയാണ്. വളരെ ചെറിയ രീതിയിലാണ് അത് തുടങ്ങി വരിക. പിന്നെയാണ് അത് വളർന്നു പന്തലിക്കാറുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. ആ വളർച്ചയാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വളർച്ച എന്ന് പറയും, സന്തുലിതമായ വളർച്ച എന്ന് പറയുന്നത്. ആ വളർച്ചയാണ് നിലനിൽക്കുന്ന വളർച്ച. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വലുതായി തുടങ്ങി ചെറുതായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഏത് റോട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വലിയ ബേക്കറികൾ വരുന്നത് കാണാം, വലിയ ഹോട്ടലുകൾ വരുന്നത് കാണാം, വലിയ മന്തിക്കടകളും കുഴിമന്തിക്കടകളും ഒക്കെ വരുന്നത് കാണാം. കണ്ടാൽ തന്നെ ഒന്ന് കയറി നോക്കാൻ തോന്നും. ആ രീതിയിലാണ് അതിന്റെ ഫർണിച്ചറിങ്ങും അതിന്റെ ലൈറ്റും സംവിധാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഒരു 5-8 മാസം കഴിഞ്ഞ് പിന്നെ അതേ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ കാണാം ഒക്കെ ഉണങ്ങി തൂങ്ങി നടക്കുന്നതാണ്. ലൈറ്റും ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല, അർത്ഥം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നാളെ ഒരാളോട് പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത്, അയാളെ ബിസിനസ് എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഈ പിന്നെ തുടങ്ങി കുടുങ്ങിയ കടകളുണ്ടല്ലോ, തുടങ്ങി കുടുങ്ങിയ കടകൾ, അതിലുള്ള ഫർണിച്ചർ, അതിലുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ, അതൊക്കെ ചെറിയ വിലക്കെടുത്തിട്ട് പിന്നെ വേറെ ആൾക്കാർക്ക് വിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു പരിപാടി, പിന്നെ ജോലി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, വലിയ സംഭവമായിട്ടാണ് തുടങ്ങുക, പിന്നെ അത് എവിടെ എത്തിക്കാതെ പോവുക. അത് ബിസിനസ് രംഗത്തുണ്ട്, അങ്ങനത്തെ ബിസിനസ്സിൽ എവിടെ എത്തൂല. അപ്പൊ ശരിക്കും തുടങ്ങേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലാണ് തുടങ്ങേണ്ടത്. ഏതൊരു ബിസിനസ്സും ഇപ്പോ MA യൂസുഫ് അലി തൊട്ടിങ്ങോട്ട് അറിയപ്പെടുന്ന ബിസിനസ് ആളുകളുടെ ഒക്കെ ഇന്റർവ്യൂകളുണ്ട്, അവരുടെ കഥകളുണ്ട്, അതുപോലുള്ള ആളുകളുടെ ആത്മകഥകളുണ്ട്. അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അവര് പറയാം, എൻ്റെ തുടക്കം ഞാൻ രാജ്യം വിട്ടു പോയതാന്നാ പറയാ, ഞാൻ നാട് വിട്ടു പോയതാണ്, എന്നിട്ട് ആകെ 50 ഉറുപ്പിക കൊണ്ട് തുടങ്ങിയതാണ്, അല്ലേ?
അങ്ങനെ ഞാൻ മെല്ലെ തുടങ്ങി പിന്നെ അതിങ്ങനെ വലുതായി അതാണ് ഇപ്പൊ ഈ കാണുന്ന രീതിയിലായി മാറിയത്. ഏതാള് നിങ്ങൾ അന്വേഷിച്ചു. അതായത് ചെറിയ രീതിയിൽ തുടങ്ങി അതാണ് ഡെവലപ്പ് ചെയ്ത് വരിക. ഈ കാളിയാലയിലെ പള്ളി ഇൻഷാ അല്ലാഹ് അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സൗകര്യവുമില്ലാത്തിടത്ത് നിന്ന് നിങ്ങൾ ഇത് ആരംഭിച്ചു. ആ ആരംഭിക്കുന്നതിന്റെ പിന്നിലുള്ള ഇച്ഛാശക്തി എന്ന് പറയുന്നത് വലിയൊരു ബിൽഡിംഗ് അല്ല പ്രധാനം, അതിന്റെ പെയിന്റ് അല്ല പ്രധാനം, മറിച്ച് അതിൽ എന്ത് പറയുന്നു, അതിലെന്ത് പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നതാണ് പ്രധാനം. ആ ആശയം നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് ബിൽഡിംഗ് ഉണ്ടോ, അതിന് സ്ഥാപനങ്ങളുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, ആളുണ്ടോ, അർത്ഥമുണ്ടോ, ഞങ്ങളെ രക്ഷിക്കാൻ ആളുണ്ടോ, കൂടെ നിൽക്കാൻ ആളുണ്ടോ എന്നൊന്നും നോക്കുന്ന വിഷയമേ അവിടെയില്ല. കാരണം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, ആദർശമാണ്, ആ തൗഹീദിന്റെ പ്രഭയാണ് എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അതിന് ഒരു പുരോഗതി ഉണ്ടാകുമെന്ന ഇച്ഛാശക്തിയിൽ നിന്നാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ ക്ലാസ് തുടങ്ങി, ഷെഡ് തുടങ്ങി, പിന്നീട് മുഖാമുഖം നടക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവങ്ങൾ പിന്നീട് ഇതുപോലെയുള്ള ഒരവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ആ പ്രശ്നമുണ്ടായ അതേ സ്ഥലം തന്നെയാണ് പിന്നെ വില കൊടുത്തു വാങ്ങിയതെന്ന്. അതൊക്കെ ഒരു യാദൃച്ഛികതയാണ്, ചെറിയ കാര്യമല്ല തോന്നുന്നു. അതിലൊക്കെ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതിന് തുടക്കം കുറിച്ച, ഇതിന് ചിന്തിച്ച, ഇതിനാദ്യമായി ആലോചിച്ച, അതിനുവേണ്ടി ആദ്യം സംഭാവന കൊടുത്ത എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമാക്കണ്ട, നമുക്ക് ഇറങ്ങാമെന്ന് ധൈര്യസമേതം മുന്നിൽ നിന്ന് അതിന് നയിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് സന്തോഷിക്കാം. ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ പ്രകാശ ഗോപുരമായി, ഈ നാടിനൊരു വെളിച്ചമായി, ഒരു താങ്ങായി, തണലായി അവർക്ക് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ അവരുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക് ഒരു വെളിച്ചമായി ഈ ഒരു കേന്ദ്രം, ഈ ഒരു പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും മാറുക തന്നെ ചെയ്യും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീനിലെ ആയത്താണ്. നിങ്ങളെ മരണപ്പെട്ടതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാം ആകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമല്ല, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലങ്ങൾ കൂടി നിങ്ങളുടെ രേഖയിൽ നാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ ഈ പള്ളി ആരാണോ ഉണ്ടാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വന്നത് ആരൊക്കെയാണോ അവർ മരണപ്പെട്ടു പോയാലും ഇതിലൊരാൾ സുജൂദ് ചെയ്താൽ, ഇതിൽ നിന്നൊരു ഖുതുബ കേട്ട് ഒരാൾക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടിയാൽ, സുന്നത്തിന്റെ പ്രഭ ലഭിച്ചാൽ, അവരുടെ കുടുംബം മാറിയാൽ, അവർ നമസ്കാരം തുടങ്ങിയാൽ, അവർ മറ്റു തിന്മകളിൽ നിന്ന്, ശിർക്കുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, അതുപോലെയുള്ള ഒട്ടനവധി ലിബറൽ ആശയങ്ങളിൽ നിന്ന്, മതനിരാസങ്ങളിൽ നിന്ന് ആരൊക്കെ തിരിച്ചു നടന്നിട്ടുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം ഇത് തുടങ്ങിയ മനുഷ്യന്മാർക്ക് കിട്ടുമെന്നതാണ്. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇതൊരു വലിയ കച്ചവടമാണ്. ആ കച്ചവടം എന്ന് പറയുന്നത് ഭൗതികമായ കച്ചവടമല്ല, പരലോകത്തേക്ക് ലാഭമുണ്ടാക്കുവാനുള്ള കച്ചവടമാണ്. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ തന്നെ വളർന്ന് പന്തലിക്കാൻ ഈ സ്ഥാപനത്തിന്, ഈ പള്ളിക്ക് കഴിയട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ കാര്യം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പള്ളി, എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മൾ പള്ളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? പള്ളി ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ പള്ളിയുടെ ഒരു വിവരം ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ നമ്മൾ അയച്ചു കൊടുത്താൽ ഇപ്പോഴും ആളുകൾ അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് അടിക്കുന്നത് ഫിത്തിനന്റെ പള്ളിയാണ് ഉണ്ടാക്കി, കുഴപ്പത്തിന്റെ പള്ളി ഉണ്ടാക്കി, തൊട്ടപ്പുറത്തൊരു പള്ളി ഉണ്ടാവുമ്പോ പിന്നെ നിങ്ങൾക്കൊരു പള്ളി, എന്തിനാ നിങ്ങൾക്ക് വേറൊരു പള്ളി, എന്താ അതിന്റെ ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ വന്നുകൊണ്ട് സംസാരിക്കാറുണ്ട്. ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന് നോട്ടീസ് കൊടുത്തപ്പോഴും ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനത്തെ അഭിപ്രായങ്ങൾ ആളുകളിൽ നിന്നൊരു പക്ഷേ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന, എന്തിനാണ് ഇങ്ങനൊരു പുതിയ പള്ളി, ഞങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാനാണോ, ഞങ്ങളെ മഹല്ല് ഭിന്നിപ്പിക്കാനാണോ എന്നൊക്കെ ആരെങ്കിലും മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പുതിയ പള്ളി എന്ന് ചോദിച്ചാൽ വിശ്വാസികളെ ആശയക്കുഴപ്പത്തിൽ നിർത്തലാണ് പിശാച്ചിന്റെ എന്നത്തെയും ജോലി എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്മാർ ഒന്നുകിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിശാച്ച് മനുഷ്യന്മാരെ ഇസ്ലാമിലേക്ക് വരാൻ സമ്മതിക്കൂല.
അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിൽ ഇല്ലാത്തത് ചെയ്യിപ്പിക്കും. ഇത് രണ്ടിലൊന്ന് ശൈത്താൻ ചെയ്യിപ്പിക്കും. ഒന്നുകിൽ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ, ഫർളായ കുറെ കാര്യങ്ങളില്ലേ, സുന്നത്തായ കുറെ കാര്യങ്ങളില്ലേ, അള്ളാഹും റസൂലും പഠിപ്പിച്ച കുറെ കാര്യങ്ങളില്ലേ, അത് ചെയ്യാൻ വിടൂല. അത് സുബൈക്ക് ഭാഗം കൊടുക്കുമ്പോൾ അവിടെ കടന്നുറങ്ങും, നിസ്കരിക്കാൻ പോവില്ല. അതേപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല, നിസ്കാരത്തിൽ കണിശത ഉണ്ടാവില്ല, നോമ്പിന് കണിശത ഉണ്ടാവില്ല. ഇസ്ലാമിക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ശൈത്താൻ എന്ത് ചെയ്യൂല, ചെയ്യിപ്പിക്കൂല. അതിനെന്തെങ്കിലും ന്യായീകരണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ വഴി തിരിപ്പിച്ചു കൊടുക്കും. അപ്പൊ ശൈത്താൻ സന്തോഷമാവും. ഇനി അതല്ല, അതൊക്കെ തട്ടി മാറ്റി ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പ് വെൽക്കും, ഞാൻ ഹജ്ജ് ചെയ്യും, ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിലോ, അപ്പൊ പിന്നെ പിശാച് വേറെ വഴിക്കിന് വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കും. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം, അതേപോലെ ശിർക്ക് എന്ന് പറയാം. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും കർമ്മങ്ങളിലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പോ അത് ചെയ്യുമ്പോഴും പിശാചിന് ഇഷ്ടമാണ്. കാരണം എന്താ? അത്തരം കാര്യങ്ങൾ ചെയ്താൽ അവന് പുണ്യം കിട്ടൂല, അത് അള്ളാഹു സ്വീകരിക്കൂല. ശൈത്താൻ എന്തേ ആവശ്യമുള്ളൂ? നമ്മളെ പ്രവർത്തനം അള്ളാഹ് സ്വീകരിക്കരുത്, നമ്മളെ അധ്വാനം അള്ളാഹ് സ്വീകരിക്കരുത്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള കെണി എന്ത് ചെയ്യും? ശൈത്താൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, നിശ്ചയമായും പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഗണിക്കണം എന്നതാണ്. കാരണം എന്താ അറിയോ? പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബിദ്അത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത്, അഥവാ മതത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് ചെയ്യുന്ന വ്യക്തി അതിൽ നിന്ന് മാറാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ്. അതിന്റെ കാരണം എന്താ അറിയോ? അയാളെ മനസ്സിൽ അത് നല്ലതാണ് എന്നാണ്. ഇപ്പൊ ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തി, ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തുണ്ടാവും. എന്ത്? ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണല്ലോ ഈ ബാറിലും ബിവറേജസ് കോർപ്പറേഷനിലൊക്കെ പോയിട്ട് ആൾക്കാർ ക്യൂ നിന്നുകാണ്ട് ഈ സാധനം വാങ്ങുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ കാണലുണ്ടല്ലോ. അത് വാങ്ങിയിട്ട് എന്താ ചെയ്യുക? വേഗം അരിയിൽ പൂത്ത ചെയ്യുക. സാധാരണ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങളും അരിയും സാമാനൊക്കെ വാങ്ങിയാതെ നമ്മൾ ആരെങ്കിലും ഒളിപ്പിച്ചു വെക്കലുണ്ടോ? പച്ചക്കറിയൊക്കെ വാങ്ങിയാൽ ഇല്ലല്ലോ. അത് നമ്മൾ ധൈര്യമായിട്ട് അങ്ങാടി കൂടി എന്ത് ചെയ്യും? തൂക്കി പിടിച്ചു കൊണ്ടുപോകില്ലേ? എന്താ ഈ മദ്യക്കുപ്പി വാങ്ങിയ മനുഷ്യന്മാര് വേഗം പാന്റിന്റെ പോക്കറ്റിലും കുറച്ച് മറഞ്ഞു നിന്നുകാണ്ട് അരിയിലൊക്കെ തിരികാൻ കാരണം എന്താ? അവർക്ക് തന്നെ അറിയാതെ എന്താണ് അതൊരു നല്ല പരിപാടിയല്ല, അതൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. പിന്നെ അത് കഴിക്കുന്ന ആൾക്കാർ അത് കഴിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെങ്കിലും വല്ല ചുയിങ്കൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ ആ സ്മെല്ലൊക്കെ കളഞ്ഞ് ഇതൊക്കെ ചെയ്യണത് എന്തുകൊണ്ടാ? ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് പോലും അറിയാതെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പലിശ വാങ്ങുന്ന ആൾക്കാർ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് വെച്ചാൽ ഒരാൾ ചോദിക്കണത്, അയാൾ ചിലപ്പോൾ പലിശയും വാങ്ങി തിന്ന് ജീവിക്കുമായിരിക്കും, വേറെ പണി കൊടുക്കുന്നുണ്ടാവില്ല. അയാൾ പറയും ധൈര്യമായിട്ട് ഞാനിപ്പോ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ പലിശയൊക്കെ വാങ്ങി അങ്ങനെ ജീവിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് മുസ്ലിം പറയോ? പറയില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവന് മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഈ പരിപാടി ഏർപ്പാട് മനുഷ്യന്മാരോട് പറയാൻ പറ്റിയല്ല എന്നറിയും അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വരുമാനം എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോട്ടറി കിട്ടിയിട്ടുണ്ടാവും, ഞാൻ ഇപ്പൊ ലോട്ടറിക്ക് കിട്ടിക്കൊണ്ട് സാറായി അടക്കണെന്ന് പറയോ? പറയില്ല. കാരണം ലോട്ടറി തെറ്റാണ്, പലിശ തെറ്റാണ്, അതേപോലെ തന്നെ ലഹരി സാധനങ്ങൾ തെറ്റാണ്. ഇപ്പൊ ഈ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കണത്? ഏതോ ഒരു അന്യ സ്ത്രീയോട് സംസാരിച്ചും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പറയോ? ഞാൻ ഒരു പെണ്ണുണ്ട് അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയോ? ഇല്ല. കാരണം ആ ചെയ്യണ പണി തെറ്റാന്നവനറിയാം. അപ്പൊ വ്യഭിചാരമാകട്ടെ, മദ്യപാനമാകട്ടെ, പലിശയാകട്ടെ, ലോട്ടറി ആകട്ടെ, ഇതെല്ലാം തെറ്റാണ്, കുറ്റമാണ് എന്നറിയാം മനുഷ്യന്. പക്ഷേ എന്നിട്ടും ശൈത്താൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവന് മാറാൻ സാധ്യത കൂടുതലാണ്. എപ്പോഴെങ്കിലും മദ്യപാനത്തിന്റെ ഒരു ഗൗരവം, അതേപോലെ തന്നെ ലഹരിയുടെ ഒരു പ്രശ്നം, പലിശയുടെ ഒരു പാപം, പലിശ വാങ്ങുന്ന ആള് നാളെ ഒരു ചുവന്ന തടാകത്തിൽ നീന്തി തുടിക്കും. നാളെ നരകാഗ്നിയിൽ അവർ ഒരു ചുവന്ന തടാകത്തിലായിരിക്കും ഉണ്ടാവുക. അവരെ വായിൽ കല്ല് വന്ന് വീഴും. അത്ര ഗൗരവതരമായ കാര്യമാണത് എന്നൊരു ഖുതുബയിൽ ഒരു പക്ഷേ കേട്ട് കഴിഞ്ഞാൽ എന്നാ ഞാൻ അവസാനിപ്പിച്ചു എന്ന് അയാൾക്ക് തീരുമാനിക്കാൻ കഴിയും. കാരണം അയാൾക്ക് നേരത്തെ അറിയാതെ തെറ്റാണ്. വ്യഭിചരിച്ച ആളുകൾക്ക് നാളെ നരകത്തിൽ ഒരടുപ്പുണ്ട്. ആ അടുപ്പിൽ വിവസ്ത്രരായിക്കൊണ്ട് അവർ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ മുകൾ ഭാഗം കുടുസായതാണ്, അതിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. അത് വ്യഭിചാരിണികളും വ്യഭിചാരികളുമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത്
ഒരു അന്യ പുരുഷനുമായി അന്യ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, രഹസ്യമായി ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ അന്നത്തോടുകൂടി ഇത് തെറ്റ്, ഇത് ഇത്ര ഗൗരവമാണെങ്കിൽ ഞാൻ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് തീരുമാനമെടുക്കാൻ കഴിയും. എന്നാൽ ഒരു ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനത് ഗൗരവം എത്ര പറഞ്ഞാലും അത് ദിക്റല്ലേ, അത് സലാത്തല്ലേ, അത് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, അതിനെന്താ കുഴപ്പമെന്നാ ചോദിക്കുക. അത് കാരണം അയാൾ നന്മയാന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മടങ്ങാൻ സാധ്യത വളരെ കുറവാണ്. അത് വളരെ ഗുരുതരമാണ് ആ വിഷയം. കാരണം എന്താ? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്, എല്ലാ വഴികേടും അവസാനം നരകത്തിലേക്കാണ് എത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തുകൊണ്ട് ഈ പള്ളി എന്നാണ് ഞാൻ പറയുന്നത്. ആ പള്ളി വരാനുള്ള കാരണം എന്താ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലനിൽക്കുന്നത് ഈ കാളിയാലയിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി പറയും. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ വിമർശനാത്മകമായി തന്നെ ആലോചിക്കും, ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതായത് ഇപ്പൊ നമ്മുടെ നാടുകൾ നടക്കണം എന്താ വെച്ചാൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിശാച്ചിന്റെ കെണിയിൽ ആൾക്കാർ പെട്ടിരിക്കുകയാണ്. ഉള്ളത് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല, ഇല്ലാത്തത് ചെയ്യാൻ ഭയങ്കര ആവേശം. ഞാൻ തെളിവ് പറഞ്ഞുതരാം. ഞാൻ അധികം വിദൂരത്തേക്കൊന്നും തെളിവ് പോകണ്ട. ഇപ്പൊ നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അറബി മാസത്തിന്റെ പേരെന്താ? ഷാബാൻ മാസല്ലേ? ഈ ഷാബാൻ മാസത്തെ സംബന്ധിച്ച് ഇന്ന് സമുദായത്തിലുള്ള ചിന്താഗതി എന്താ? അത് ഷാബാൻ മാസത്തിന് പുണ്യമുണ്ടോ? പുണ്യുണ്ട്. എന്താ പുണ്യം? ആ പുണ്യം ആർക്കും അറിയില്ല. ഷാബാൻ മാസത്തിൽ ചെയ്യാനുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ആർക്കെങ്കിലും അറിയോ? അതിനെ കുറിച്ച് ആർക്കും അറിയില്ല. എന്നാൽ ഷാബാൻ മാസത്തിൽ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തുകളെ കുറിച്ച് ആളുകൾക്ക് അറിയാം. അത് ആളുകൾ ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞ ശൈത്താൻ ഇല്ല, ചെയ്യേണ്ട കാര്യം ചെയ്യിപ്പിക്കാതിരിക്കുകയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് മതത്തിന്റെ പേരിൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇന്നുണ്ട് എന്നതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ആ പറഞ്ഞത്. എന്താ ഷാബാനിന്റെ പുണ്യം? അത് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാകുന്നു ഷാബാൻ മാസം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അൻ ഉസാമത്ത് ബിൻ സെയ്ദ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ്. സെയ്ദ് റളിയല്ലാഹു പിന്നെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി. പ്രവാചകരെ, ഞാൻ കണ്ടിട്ടില്ലല്ലോ മാ തസൂമു മിൻ ശഅബാൻ, ഷഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ അത്ര കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താ സംഭവം? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോറ്റിരുന്നു. അപ്പൊ ചോദിക്കണം, എന്താ പ്രവാചകരെ അത്? വേറൊരു മാസത്തിൽ ഇതേപോലെ കൂടുതൽ നോൽക്കാറില്ലല്ലോ. റമദാന് പൂർണ്ണമായിട്ട് നോൽക്കലുണ്ട്, പക്ഷേ ഷഅബാനിൽ നിങ്ങൾ പൂർണ്ണമായി നോൽക്കാറില്ല, എന്നാൽ കൂടുതൽ നോൽക്കാറുണ്ട്. അതെന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്താ? ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. എന്താ മാസത്തിന്റെ പ്രത്യേകത? യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. അത് റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളുണ്ട്. അതിലൊന്നാണ് റജബ് മാസം. ആ റജബ് മാസത്തിൽ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം വിരോധിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് അറബികൾക്കറിയാം, റജബ് വന്നു കഴിഞ്ഞാൽ അവർ ആ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കും. അപ്പൊ ആ റജബിനെ അവർ ശ്രദ്ധിക്കാറുണ്ട്. റമളാനാകട്ടെ അതെല്ലാവർക്കും ഓർമ്മയുള്ള മാസമാണ്, പുണ്യത്തിന്റെ പൂക്കാലമാണ്, അതും ഓർമ്മയുണ്ടാകും. എന്നാൽ അതിനിടയിൽ വരുന്ന ശഅബാൻ പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കും. ആൾക്കാർക്ക് ആ മാസത്തെ ഓർമ്മ ഉണ്ടാവൂല. അതാ റസൂലുള്ളാഹി പറഞ്ഞത്. പിന്നെ പറഞ്ഞതാ, വഹുവ ശഹ്റുൻ, ആ മാസം തുർഫഉ ഫീഹി അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ റബ്ബിലേക്ക് നമ്മുടെ അമലുകളെല്ലാം, നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ശഅബാൻ മാസം. ഫഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. അയ്യുർഫഅ അമലി വഅന സ്വായിമുൻ, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ നോമ്പ് നോൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തതാണത്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കാളിയാലയിലെ വളരെ സർവ്വസാധാരണക്കാരായ, നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന
എന്തെല്ലാം നന്മകൾ സ്വർഗത്തിലേക്ക് പോകാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനെയൊക്കെ പഠിക്കണം, പകർത്തണം എന്ന് വിചാരിക്കുന്ന ഹൃദയങ്ങളോട്, മനുഷ്യരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് നോറ്റിരുന്നു പ്രവാചകൻ എന്നത്? അതറിയില്ല. എന്നാൽ നമ്മൾ ആളുകൾക്ക് പലർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ശഅബാൻ 15 ഒരു പ്രത്യേക നോമ്പുണ്ട് എന്ന്. അതിന് നമ്മൾ ബറാത്ത് നോമ്പ് എന്ന് പേര് വിളിക്കുകയും ചെയ്യും. അതെല്ലാവർക്കും അറിയാം. ആ ദിവസം എല്ലാവരും വലിയ ആഘോഷത്തോടു കൂടി അത് നോൽക്കാറുമുണ്ട്. ഇവിടെയാണ് ശൈത്താൻ വിജയിക്കുന്നത്. കൂടുതൽ നോമ്പ് നോറ്റിരുന്നു പ്രവാചകൻ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയില്ല, അതിനാരും തയ്യാറില്ല. എന്നാൽ ഒരു പ്രത്യേക ദിവസത്തിൽ ആ 15 കണക്കാക്കിക്കൊണ്ട് ഒരു പ്രത്യേക നോമ്പ് നോൽക്കുന്നു. ആ നോമ്പാകട്ടെ, അങ്ങനെ ഒരു നോമ്പാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല. എന്താ ആയിഷ ബീവി പറഞ്ഞത്? വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരി ഖത്തു ഇല്ല റമളാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിലല്ലാതെ മുഴുവൻ നോമ്പ് നോറ്റിട്ടില്ല. മാസം മുഴുവൻ നോമ്പ് നോറ്റത് റമളാനിൽ മാത്രമാണ്. വമാ റഅയ്തുഹു ഫീ ശഹരി അക്തറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. ആ വിവരം പലർക്കും അറിയാതെ പോയിരിക്കുന്നു എന്നതാണ്. ശഅബാൻ റമളാനിലേക്കുള്ള പ്രവേശികയാണെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാനിന്റെ കൂട്ടത്തില് നമ്മുടെ സഹോദരിമാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ട അവസാന സമയമാണിത്. ആയിഷ ബീവി പറഞ്ഞു, തഖൂലു കാന യകൂനു അലയ്യ അസ്സൗമു മിനർ റമളാൻ. റമളാനിൽ ബാക്കിയാകുന്ന എനിക്കുള്ള നോമ്പുകൾ ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ. ഞാൻ ശഅബാനിലായിരുന്നു അത് വീട്ടിയിരുന്നത് എന്ന് ആയിഷ ബീവി പറഞ്ഞത് കാണാൻ പറ്റും. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നോറ്റ് വീട്ടേണ്ടുന്ന മാസമാകുന്നു ശഅബാൻ മാസം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ പിശാച് ശഅബാനില് ദീനിലില്ലാത്തത് ചെയ്യിപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശഅബാൻ 15 പ്രത്യേകമായ ഒരു നോമ്പും നിസ്കാരവും പിന്നെ പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് ദുർബലമായ ഒരു ഹദീസും ഇന്നിവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് ആ ഹദീസ്? ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിനശ് ശഅബാൻ. ശഅബാനിന്റെ പകുതിയിലുള്ള ആ രാത്രിയിൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ആ രാത്രിയിൽ നിങ്ങൾ നിങ്ങൾ നമസ്കരിക്കുവീൻ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസ് പറയാറുണ്ട്. എന്നാൽ ഈ ഹദീസ് ലഈഫാണ്, അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകതപ്പെടുത്തി ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിന് ആ ദിവസത്തിന് പുണ്യമുണ്ടോ, പ്രത്യേകതയുണ്ടോ? ദാ ഹദീസിൽ വന്നത് നോക്കൂ നിങ്ങൾ. അൻ നബി മൂസൽ അശ്അരി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലയത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ പകുതിയുള്ള രാത്രിയിൽ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. 2 വിഭാഗം ആളുകൾക്കൊഴിച്ച് എല്ലാവർക്കും അന്നത്തെ രാത്രിയിൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കണം കാര്യങ്ങൾ. അതായത് അന്നത്തെ രാവിൽ അല്ലാഹു എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. പക്ഷേ 2 വിഭാഗത്തിന് പുറത്തു തരില്ല. ഒന്നാർക്കാ? ഇല്ലാ ലിമുശ്രികിൻ, ശിർക്ക് ചെയ്യുന്നവർക്ക് പുറത്തു നൽകുകയില്ല. എന്താ ശിർക്ക്? അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നു എന്നതാണ് ശിർക്ക്. അതൊരിക്കലും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് ചെയ്യുന്ന വ്യക്തിയുടെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കില്ല. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. പിന്നെ പറഞ്ഞാൽ ഔ മുശാഹിൻ. അലാ മുശാഹിൻ എന്ന് പറഞ്ഞാൽ ഹുവ അൽ മആദി എന്നാണ് ഇതിനെ പറ്റി പറഞ്ഞത്. അൽ മുശാഹിനു ഹുവ അൽ മആദി, അഥവാ ശത്രുതയും പകയും ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾക്കും അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല.
അവ ശിർക്കുള്ളവർക്ക് പുറത്തു കൊടുക്കുകയില്ല, ശത്രുതയും പകയും ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകൾക്കും പുറത്തു കൊടുക്കൂല. ബാക്കിയുള്ളവർക്കൊക്കെ ആ ശഅബാനിന്റെ പകുതിയിൽ പുറത്തു കൊടുക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അന്ന് അങ്ങനെ ഒരു പ്രത്യേക നമസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഹദീസ് ദഈഫാണ്. അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ ഹദീസുകളൊക്കെ കെട്ടിച്ചമച്ചതാണ്. അത് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തു മനസ്സിലായി? ഞാൻ ഈ ഒരൊറ്റ ഉദാഹരണം നിങ്ങളോട് പറയുന്നത്, ഈ പള്ളി വന്നതിന്റെ ലക്ഷ്യം എന്താന്ന് ഇപ്പത്തെ സാഹചര്യം വെച്ചുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗവും നോമ്പെടുക്കുക എന്നത് പ്രവാചക ചര്യയാണ്. ശരിക്കും പഠിച്ചു പോണം. ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കുക എന്നത് പ്രവാചക ചര്യയാണ്. അതുപോലെ എല്ലാ ഹിജറ മാസങ്ങളിലെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നതും പ്രവാചക ചര്യയാണ്. അതിനാണ് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന് പറയാം. അതെല്ലാ ഹിജറ മാസത്തിലുണ്ട്. 13, 14, 15 നോമ്പ്. അത് ഏത് മാസത്തിലുണ്ടാവും? ശഅബാൻ മാസത്തിലുണ്ടാവും. അപ്പൊ 2 തരം നോമ്പായി. ഒന്നെന്താ? ധാരാളമായി റസൂൽ നോറ്റിരുന്ന നോമ്പ്. അതേപോലെ തന്നെ 13, 14, 15 നോമ്പ്. പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു നോമ്പുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്. അതേതാ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പ്. അതെല്ലാ ആഴ്ചയിലുമുള്ള നോമ്പാണ്. ആ നോമ്പ് ഏതിലുണ്ടാവും? ശഅബാൻ മാസത്തിലുണ്ടാവും. മനസ്സിലായിട്ടുണ്ടോ? അത് ശഅബാൻ മാസത്തിലുണ്ടാവും. അതേപോലെ തന്നെ ദാവൂദ് നബിയുടെ നോമ്പ് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാ ദാവൂദ് നബിയുടെ നോമ്പ്? ഒന്നിടവിട്ടുള്ള നോമ്പ്. സ്ഥിരമായി നോമ്പ് നോൽക്കാൻ പാടില്ല. ഒന്നിടവിട്ട് നിങ്ങൾക്ക് നോമ്പ് നോൽക്കാം. അതും ആ നോമ്പ് അങ്ങനെ നോൽക്കുന്ന ആളുടെ നോമ്പ് എവിടെ വരും? ശഅബാനിലും വരും. ഇപ്പൊ ശഅബാനിൽ ഏതൊക്കെ നോമ്പ് വന്നു? ഉള്ള നിലവിലുള്ള പുണ്യമുള്ള കൂലി കിട്ടുന്ന സ്വർഗം കിട്ടുന്ന നോമ്പുകൾ ഏതൊക്കെ വന്നു? ഇഷ്ടം പോലെ നോമ്പുകൾ വന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാൻ മാസത്തിൽ കൂടുതലായി നോമ്പ് നോറ്റിരുന്നത്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന, അഥവാ 13, 14, 15 നോൽക്കുന്ന, തിങ്കളും വ്യാഴവും നോൽക്കുന്ന, ഒന്നിടവിട്ട് നോൽക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ നോറ്റ് വരുമ്പോ ഒരു പക്ഷേ ശഅബാൻ 15 നോറ്റ് വരും. മനസ്സിലാവേണ്ട കാര്യം. അപ്പൊ ആ നോമ്പ് ഒരു പക്ഷേ ചിലപ്പോ ശഅബാൻ 15 വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും? ശഅബാൻ വ്യാഴാഴ്ച ആ നോമ്പുണ്ടാവും. എന്നാൽ ഈ നോമ്പൊന്നുമില്ല. ഒന്നിടവിട്ട നോമ്പില്ല, 13, 14, 15 നോമ്പില്ല, തിങ്കൾ വ്യാഴത്തിന്റെ നോമ്പില്ല. ഇതൊന്നും അറിയുന്നല്ല സമൂഹത്തിന്. അറിയണത് എന്താ? ശഅബാൻ 15 ഒരു ബറാത്ത് നോമ്പുണ്ട്. ആ നോമ്പിന് ഭയങ്കര ആഘോഷപൂർവ്വം ഒരുങ്ങും. തൊട്ട് മുമ്പുള്ള മാസം മിഅ്റാജ് നോമ്പ്. അങ്ങനെ നോമ്പ് പ്രമാണങ്ങളില്ല, പക്ഷെ അതിന് ഭയങ്കരമായി ഒരുങ്ങും. ഇപ്പൊ അടുത്ത് ഒരു സ്കൂളിലൊരു ടീച്ചർ പറഞ്ഞു, എന്ത് അറിയോ? സാധാരണ ഒരു നോമ്പിന്റെ കാര്യത്തിലും ശ്രദ്ധ പാലിക്കാത്ത, ഏത് വരെ എന്ന് വെച്ചാൽ തലയിൽ മര്യാദക്ക് മഫ്ത പോലും ഇടാത്ത, അങ്ങനെ ദീനി കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്ത ഒരു അവരുടെ സഹപ്രവർത്തക, അവർ ഈ മിഅ്റാജിന്റെ അന്ന് വന്നിട്ട് ഇവര് ഭക്ഷണം കഴിച്ചപ്പോ ഭയങ്കര ചൂടാകും. നിങ്ങൾ ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് എന്താ റസൂലിനോട് ഇഷ്ടല്ലേ, സ്നേഹല്ലേ, നിങ്ങൾക്കൊന്നും നോമ്പില്ല? അപ്പൊ ഇവരൊക്കെ സാധാരണ തിങ്കളും വ്യാഴമൊക്കെ നോമ്പ് വിൽക്കുന്ന മനുഷ്യന്മാരാണ്. അതൊന്നും നോമ്പിൽ കൂട്ടണില്ല. ഈ കൊല്ലത്തിൽ ഒരിക്കൽ ഈ മിഅ്റാജിന്റെ അന്നും ഈ ശഅബാന്റെ ഈ ബറാത്തിന്റെ അന്നും നോൽക്കുന്ന നോമ്പിന് ഭയങ്കര സംഭവം, ഭയങ്കര പുണ്യം. ഞാൻ ഈ കാളിയാലയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അത് നോൽക്കുന്നവരായിരിക്കാം. ഒരു പക്ഷെ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം ആ സാധുക്കൾ അത് സത്യമാണ്, പുണ്യമാണ്, അത് സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ എന്നൊക്കെയുള്ള ഹദീസുകൾ പള്ളികളിൽ നിന്ന്, മിമ്പറുകളിൽ നിന്ന്, ക്ലാസുകളിൽ നിന്നൊക്കെ മുസ്ലിയാക്കന്മാര് ഓതി പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇസ്ലാമിന്റെ കണ്ണിൽ അതെന്താ? അത് തെറ്റാണ്, അത് കുറ്റമാണ്. അപ്പൊ നിങ്ങൾ നല്ല നോമ്പല്ലേ, കൂലി കിട്ടൂലേ? ഞാൻ ചോദിക്കട്ടെ നേരെ തിരിച്ചൊരു ചോദ്യം. ഒരാള് സുബൈക്ക് പള്ളിയിൽ വന്നു. ഇപ്പൊ നമ്മള് പള്ളി കൂലിക്കാരനെ കഴിഞ്ഞാലേ, ഇപ്പൊ അയാൾ കുറച്ച് ഉഷാറായിട്ട് നേരത്തെ തന്നെ സുബൈക്ക് വന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു 4 റക്അത്താണ് സുബൈ നിസ്കരിച്ചു. 2 ഒന്നല്ല 4. അത് ഭയങ്കരമായിട്ട് ഓതിങ്ങാണ്ടാണ് നിസ്കരിച്ചു, 1 മണിക്കൂറൊക്കെ ഓതിങ്ങാണ്ട്. അപ്പൊ ഇത് കണ്ട് നമ്മൾ അവസാനം ഒരാളോട്, എന്ത് മനുഷ്യനെ എന്താ സുബൈയിൽ നിസ്കരിച്ച്, എന്ത് നിസ്കാരം നിസ്കരിച്ച്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ സുബൈ. എടാ സുബൈ 2 റക്അത്തുള്ളൂ, 4 നിസ്കരിച്ചില്ലേ? അപ്പൊ അവന്റെ ന്യായം എന്താ അറിയോ? എന്താ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ഞാൻ ആ 2 റക്അത്തിൽ ഫാത്തിഹ സൂറത്തല്ലേ ഓതിയത്, ഞാൻ അള്ളാന്റെ ഖുർആനല്ലേ ഓതിയത്, റുക്കൂ പോയില്ലേ, സുജൂദ് പോയില്ലേ, അവിടെയൊക്കെ ഞാൻ ആ ദിക്റല്ലേ ഓതിയത്.
അതൊക്കെ നല്ലതല്ലേ, അതിലൊക്കെ പുണ്യം കിട്ടൂല, അതിനെന്താ കുഴപ്പം? അത് പടച്ചോൻ 2 പറഞ്ഞു, നമ്മൾ കുറച്ചും കൂടുതൽ ചെയ്ത് വിചാരിച്ചാൽ എന്താ ഇതിന് ഇത്ര കുഴപ്പം? എന്താ നിങ്ങളെ മറുപടി? ഇത് കേൾക്കുന്ന ആൾക്കാരാണ്, എന്താ ഇതിന് മറുപടി പറയാം പറ്റുമോ? അല്ല, ഒരാൾ നാളെ മുതൽ എന്ത് ചെയ്തു, 6 വക്താക്കി നിസ്കാരം. ഞാൻ എന്താ, എന്നാ എനിക്ക് കൂടുതൽ ഫാത്തിഹ സൂറത്ത് ഓതിക്കൂടെ, കൂടുതൽ റുക്കു കിട്ടൂലേ, കൂടുതൽ സുജൂദ് കിട്ടൂലേ? അതുകൊണ്ടാണ് ഞാൻ 6 റക്അത്താക്കി, അല്ല 6 വക്താക്കി. എന്താ ഇതിന് മറുപടി നിങ്ങൾ പറയും? നമ്മളെന്താ പുണ്യല്ല എന്നാ പറയാ? ഫാത്തിഹ സൂറത്ത് മോശാന്ന് പറയോ? ദിക്റുകൾ മോശാന്ന് പറയോ? നിസ്കരിക്കുന്നത് മോശാന്ന് പറയോ? ഇല്ല. നമ്മളൊരു കാര്യം പറയും, എന്ത്? അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള 5 വക്തേ ഉള്ളൂ. അള്ളാന്റെ പ്രവാചകൻ ഓരോ നമസ്കാരവും ഇത്ര റക്അത്ത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. ഞാൻ എങ്ങനെ നോമ്പ് നോറ്റോ അതുപോലെ നിങ്ങൾ നോമ്പ് നോൽക്കണം. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്തോ അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഖുദൂ അന്നീ മനാസികക്കും. അപ്പൊ എന്താ ദീൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യുന്നതല്ല ദീന്. പ്രമാണങ്ങളിലുള്ളത് ചെയ്യുന്നതാണ് ദീന്. ആ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന ഒരു യുക്തി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഓരോരുത്തർക്കും തോന്നിയതുപോലെ ദീൻ ഉണ്ടാക്കി എന്തായിരിക്കും അവസ്ഥ? ഒരിക്കലും തന്നെ ആ രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നാണ്. നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് പുതുതായിട്ട് ആരെങ്കിലും ഒരുമിപ്പിച്ചു കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. കാരണം അത് നരകത്തുള്ള പണിയാണ്. നിസ്കരിച്ച് നരകത്ത് പോകും, ദിക്ർ ചൊല്ലി നരകത്ത് പോകും, നോമ്പ് നോറ്റ് നരകത്ത് പോകും. എന്തേ? കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പ് നോറ്റു എന്നതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ കാളിയാലയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയുടെ പ്രസക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ പള്ളിയിൽ നിന്ന് നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് ഖുതുബ പറയും. അങ്ങനെ നമ്മുടെ സമീപത്തുള്ള പള്ളികളിൽ നിന്ന് പറയുമോ? നിങ്ങൾ ചോദിക്കും. പറയുമോ? ഇല്ല. എന്ന് മാത്രമല്ല, ഈ ബറാത്ത് നോമ്പിനെ കുറിച്ച് മാത്രം പറയും. അത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ സമൂഹത്തിൽ കാണുന്നില്ല, വേറെയുള്ള നോമ്പ് ആൾക്കാർ കാണുന്നില്ല. ഇതിനാണ് പ്രാധാന്യം. അപ്പൊ ബിദ്അത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സുന്നത്തുകൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുമ്പോ അത് നെല്ലും പതിരും വേർതിരിച്ചു കൊടുത്ത് ഇത് സുന്നത്താണ്, ഇത് ബിദ്അത്താണ്, ഇത് ശിർക്കാണ്, ഇത് തൗഹീദാണ്, ഇത് ഖുർആനാണ്, ഇത് ഖുർആൻ അല്ലാത്ത തെളിവല്ലാത്ത സംഗതികളാണ് എന്ന് വേർതിരിച്ച്, ഹക്കും ബാത്തിലും വേർതിരിച്ച്, സത്യവും അസത്യവും വേർതിരിച്ച്, ധർമ്മവും അധർമ്മവും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സ്ഥാപനത്തിന്റെ പേരാണ് അൻസാറു സുന്ന എന്ന ഈ സ്ഥാപനം. അതതിന്റെ പ്രത്യേകത. ഇതാരാ പഠിപ്പിച്ചു കൊടുക്കുക ഇവിടെ? നിങ്ങൾ പറയും. ഒരാൾ മരണപ്പെട്ടാൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ ഖബറിന്റെ അടുക്കൽ നമ്മൾ പോകണം, അവിടെ വെച്ച് തസ്ബീത്ത് ചൊല്ലണം. തസ്ബീത്ത് ചൊല്ലണം എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നമ്മളെ പള്ളികളിലൊക്കെ നമ്മൾ കാണാറില്ല, ആളുകൾ അവിടെ പോയിട്ട് മണിക്കൂറുകൾ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സബ്ബിതുഹാ ഇൻദ സുആൽ എന്ന് പറയാറില്ലേ? എന്നാൽ ആ കാര്യം മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ചടങ്ങാക്കിക്കൊണ്ട് അവിടെ കാര്യമായി നടക്കാറുള്ളത് എന്താ? ആ തലക്കുമ്പുറത്ത് ഇരുന്നുകൊണ്ട് തെൽക്കീന് ചൊല്ലിക്കൊടുക്കും. അതിനെവിടെയാ തെളിവുള്ളത്? എവിടെയാ പ്രമാണമുള്ളത്? ഇല്ല. അപ്പൊ തെളിവില്ലാത്തത് ചെയ്യുകയും തെളിവുള്ളത് ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ അത് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലേ? എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ സാധാരണങ്ങൾ മൊയ്തീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അത് തെറ്റാട്ടോ, കുറ്റാണ്, ശിർക്കാണ്. അപ്പൊ ചൂടാവും ആൾക്കാർ. അല്ല മൗലവി, നിങ്ങൾ അവരെ മോശക്കാരാക്കുക, അവർ നല്ല മനുഷ്യന്മാരല്ല, അവരെ മോശക്കാരാക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ മേത്തേക്ക് തട്ടിക്കയറും. നമ്മളാരും മോശക്കാരാക്കുക, അവരൊക്കെ നല്ലവരാണ്, മഹാന്മാരാണ്. യാതൊരു തർക്കവും കാര്യത്തിലില്ല. പക്ഷേ അള്ളാഹിനോട് ചോദിക്കുന്നത് അവരോട് ചോദിക്കാൻ പാടില്ല. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം അവരത് പഠിപ്പിച്ചിട്ടില്ല. അതേ നമ്മൾ അവർ പറയുന്നുള്ളൂ. പക്ഷെ അത് ആൾക്കാർ അംഗീകരിക്കും. അപ്പൊ പറയുന്ന വർത്താനം എന്താ? ഞങ്ങളതിന് അവർ പടച്ചോനാണെന്ന് വിചാരിക്കണില്ല, അവർ റബ്ബാന്നൊന്നും കരുതണില്ല. അവർക്ക് പടച്ചോൻ കൊടുത്ത കഴിവെന്ന് ചോദിക്കണേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ പേരിൽ വെറുതെ ശിർക്ക് ആരോപിക്കണു? ഇത് ആൾക്കാർ ചോദിക്കുക. എന്നാലേ ഇപ്പൊ നിങ്ങളൊരു പാട്ട് കേട്ടിട്ടില്ലേ? എന്താ പാട്ട്? CM മടവൂരാണ് ഞങ്ങളെ പടച്ചോന്. പാടിയ ആൾക്കാരുണ്ട്, ആ പാട്ട് ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സമസ്ത വിഭാഗത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല.
അപ്പൊ ആ ആൾക്കാർ പറഞ്ഞ ന്യായം എന്താ പറയുക, ശരിക്കും ഓർത്ത് വെച്ച് ഈ കാളിയാലയിലെ നല്ല മനസ്സുള്ള മനുഷ്യന്മാരുടെ ഞാൻ പറഞ്ഞു എവിടേക്കാണ് നമ്മൾ പോണത് നോക്കുക. ആ പാട്ടുണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞ മറുപടി എന്താ അറിയോ? എന്താ ഉസ്താദേ പ്രശ്നം? അള്ള കൊടുത്താൽ അള്ള പിന്നെ കഴിവ് കൊടുത്താൽ ചോദിക്കാലോ. അപ്പൊ അള്ള പറയണെന്ത്, നിങ്ങൾ കുറച്ചു കാലം സി എം മടവൂരിനെ പഠിച്ചോനായിക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ കഴിവ് സി എം മടവൂരിന് കൊടുത്തിക്കണെങ്കിൽ എന്താ കുഴപ്പം? ഞങ്ങൾ ആ വിശ്വാസം വെച്ചിട്ടാണ് അവരെ പഠിച്ചോനാന്ന് അറിയണത്. അപ്പൊ ആ അസില് വെച്ചുകൊണ്ട് അവർക്ക് എന്ത് കുഴപ്പമുള്ളത്? ഇപ്പൊ ഒരാൾ ഈ പിന്നെ ഒരു കല്ലിന്റെ മുമ്പ് പോയിട്ട് ആ കല്ലിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, തൊപ്പി കെട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ കല്ലിനോട് പ്രാർത്ഥിക്കണം, ഈ കല്ലിന് പടച്ചോൻ കഴിവ് കൊടുത്തിക്കണമെങ്കിലോ? ഞാൻ അത് വിശ്വസിച്ചിട്ടാ വിളിക്കണ പറഞ്ഞ വിമർശിക്കാൻ പറ്റുമോ? കുരിശിന്റെ മുമ്പിൽ നിങ്ങാണ്ട് മുസ്ലിം പ്രാർത്ഥിച്ച് വിമർശിക്കാൻ പറ്റുമോ? എവിടെ പിന്നെ വിമർശിക്കാൻ പറ്റുക? പിന്നെ എങ്ങനെ ശിർക്കും തൗഹീദും വേർതിരിയ? ഒരു കാര്യം ഉറപ്പിച്ചോളി, പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ള കഴിവ് ആർക്കും പടച്ചോൻ വിട്ടുകൊടുത്തിട്ടില്ല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള സിഫത്താണ്. അതുകൊണ്ട് പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്തിനാ കാളിയാലിലെ പള്ളി എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയാണ്, അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു എന്ന ആ ആശയം മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിതമായ പള്ളിയാണിത്. ഇവിടെ ശിർക്കും തൗഹീദും വേർതിരിയും, ഇവിടെ സുന്നത്തും ബിദ്അത്തും വേർതിരിയും. ഷാബാൻ മാസം വന്നാൽ ഷാബാനിന്റെ പുണ്യങ്ങൾ വേർതിരിച്ചു പഠിപ്പിച്ചു കൊടുക്കും, അതിലുള്ള ബിദ്അത്തുകൾ ഇന്നതാണെന്ന് വേർതിരിച്ചു പഠിപ്പിച്ചു കൊടുക്കും. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ പുണ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, അതിൽ കടന്നു വരാൻ പാടില്ലാത്ത ബിദ്അത്തുകൾ വേർതിരിച്ച് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അവിടെയാണ് മുജാഹിദ് പള്ളികൾ ഉയരുന്നത്. ആ പള്ളികൾക്കിടുന്ന പേരാണ് സലഫി പള്ളി എന്ന്. അത് സച്ചരിതരായ സലഫുകളുടെ മാർഗം അവലംബിച്ച് അത് ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കൂല. ആ സഹാബത്ത് എങ്ങനെ ഖുർആനിനെ വ്യാഖ്യാനിച്ചോ അതുപോലെ മാത്രമേ വ്യാഖ്യാനിക്കുള്ളൂ. അതുകൊണ്ടാണ് സലഫി മസ്ജിദ് എന്ന് മുജാഹിദ് പള്ളികൾക്ക് പേരിടാൻ കാരണം. മനസ്സിലാക്കിയ സത്യം ആരൊക്കെ എതിർത്താലും, അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെതിർത്താലും, ഞാൻ മനസ്സിലാക്കിയ സത്യം ഞാൻ തുറന്ന് സംവദിക്കുക തന്നെ ചെയ്യും എന്ന് ധൈര്യത്തോടു കൂടി പറയുകയും ഹക്കിന് വേണ്ടി മരണം വരെ അതിനുവേണ്ടി സമരരംഗത്ത് പോരാട്ട വീര്യം ചോരാതെ നിലനിൽക്കുകയും ചെയ്യുന്നവന്റെ പേരാണ് മുജാഹിദ് എന്ന്. അതുകൊണ്ടാണ് മുജാഹിദ് പള്ളികൾ എന്നതിന് പേരിടാൻ കാരണം. ഇവിടെ മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ചെയ്യുമ്പോ അതിനെ ഇസ്ലാമികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക, ബിദ്അത്തുകളിൽ മാറ്റി സുന്നത്തിലേക്ക് കൊണ്ടുവരിക, നന്നാക്കിയെടുക്കുക സമൂഹത്തെ. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നതിന് പേര് വരാനുള്ള കാരണം. ജനങ്ങളെ തൗഹീദിലേക്ക് മതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ടല്ല ക്ഷണിക്കേണ്ടത്, യുക്തി കൊണ്ടല്ല ക്ഷണിക്കേണ്ടത്, വാറോല കിതാബുകൾ കൊണ്ടല്ല ക്ഷണിക്കേണ്ടത്, പ്രമാണം കൊണ്ടായിരിക്കണം ക്ഷണിക്കേണ്ടത്. ആ പ്രമാണത്തിന് അറബിയിൽ പറയുന്ന വാക്കാണ് ഹിക്മ എന്ന്. അൽ ഹിക്മ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. ആ ഹിക്മത്ത് എന്നതിന് മലയാളത്തിൽ പറഞ്ഞാൽ വിജ്ഞാനം, അറിവ് എന്നൊക്കെ അതിനർത്ഥം പറയാം. അതിന് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നാൽ വിസ്ഡം എന്നാണ് അതിനർത്ഥം. വിസ്ഡം എന്നാണ്. ആ വിസ്ഡം വെച്ചുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് ഈ സംഘടനക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഒരു സുപ്രഭാതത്തില് ഒരു ഇംഗ്ലീഷ് വാക്ക് എടുത്ത് കൊടുത്തതല്ല. ജംഇയ്യത്തുൽ ഹിക്മ എന്നാണ് അറബിയിൽ ഇതിനെ ഉപയോഗിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് സച്ചരിതരായ സലഫുകൾ എങ്ങനെ പ്രബോധനം ചെയ്തുവോ ആ വഴിയിലൂടെയാണ് ജനങ്ങളെ ക്ഷണിക്കുക. ആ ക്ഷണിക്കുന്ന സംഘടനയുടെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിന്റെ യുവസംഘടനയുടെ പേരാണ് വിസ്ഡം യൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ വിസ്ഡം സ്റ്റുഡൻസ് അതിന്റെ കുട്ടികളുടെ കോളേജിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സംവിധാനമാണ്. വിസ്ഡം വിമൺ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സംവിധാനമാണ്. വിസ്ഡം ഗേൾസ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കുള്ള സംവിധാനമാണ്. അതിനുവേണ്ടി ഈ ആദർശം പഠിപ്പിക്കുന്ന അടുത്ത തലമുറക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന മഹിതമായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള സ്ഥാപനം നമ്മുടെ മിനി ഊട്ടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ അതിന്റെ കോൺവെക്കേഷൻ നടക്കാൻ പോവുകയാണ്. ഈ കാളിയാലയിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ സമ്മേളനത്തിന് വരണം. നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ ഈ വേങ്ങരയിൽ വെച്ചുകൊണ്ടാണ് ഇതിന്റെ സമാപന സമ്മേളനം 8-ാം തീയതി നടക്കുന്നത്. അവിടെ നിങ്ങൾ വരണം, നിങ്ങൾ കേൾക്കണം, എന്താണ് അവിടെ പറയാനുള്ളതെന്ന് കേൾക്കണം. അതാണ് ഇതിന്റെ സ്ഥാപനം. ഇതിന്റെ ആശയങ്ങൾ വായിക്കുവാനുള്ള മുഖപത്രത്തിന്റെ പേരാണ് നേർപ്പദം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രചാരണ മാസമാണിപ്പോ. നിങ്ങൾക്ക് ഓൺലൈനിൽ ചേർക്കാൻ പറ്റും. ആഴ്ചതോറും നിങ്ങൾക്ക് ഇതിന്റെ ആശയങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് വരും. നിങ്ങളുടെ മക്കൾ, നിങ്ങൾക്കറിയാലോ, അടുത്ത് ഒരു
+1 പഠിക്കുന്ന കുട്ടിയാണ്, 9ാം ക്ലാസ് പഠിക്കുന്ന അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി 2 കൈയും കൂട്ടിക്കെട്ടി ബലാത്സംഗം ചെയ്ത് അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നത്. ആലോചിച്ച് നോക്കണം എവിടേക്കാണ് നമ്മളെ നാട് പോകുന്നത് എന്ന്. ലിബറലിസത്തിന്റെ പിന്നാലെയാണ്, മതനിരാസത്തിന്റെ പിന്നാലെയാണ്, തന്നിഷ്ടത്തിന്റെ പിന്നാലെയാണ്, മൈ ബോഡി മൈ റൈറ്റ് എന്ന ചിന്താഗതിയുടെ പിന്നാലെയാണ്. വ്യഭിചാരത്തെ വെള്ളപൂശാൻ വേണ്ടി ബെസ്റ്റി എന്നും ഹുക്കപ്പ് എന്നും സീസൺഷിപ്പ് എന്നും സിറ്റുവേഷൻഷിപ്പ് എന്നും ഒക്കെ പേരിട്ടുകൊണ്ട് റീൽസിന്റെ ലോകത്ത്, ഫേസ്ബുക്കിന്റെ ലോകത്ത്, ഇന്റർനെറ്റിന്റെ ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ആൺകുട്ടികൾ. അവരെ ആ വഴിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഖുർആൻ ക്ലാസ്സുകളിൽ അവരെ വിളിക്കണം, മലയാളത്തിലുള്ള ഖുതുബകൾ അവരെ കേൾപ്പിക്കണം, അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് CRE ക്ലാസ്സുകൾ, അതിനുവേണ്ടിയാണ് QHLS ക്ലാസ്സുകൾ, അതിനുവേണ്ടിയാണ് ഇവിടെയുള്ള ഖുതുബകൾ. എന്തിനാ മലയാളത്തിൽ പറയുന്നത്? മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിയിട്ടുള്ളത്. അവിടേക്ക് മനസ്സിലായിരുന്നത് അറബിയാണ്, ഇവിടെ ആളുകൾക്ക് മനസ്സിലാകുക മലയാളമാണ്. തമിഴ്നാട്ടിൽ പോയാൽ മനസ്സിലാകുക തമിഴാണ്. അവിടെ ഭാഷയല്ല പ്രധാനം, അവിടെ ആശയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഈ ജുമുഅക്ക് നിങ്ങൾ പങ്കെടുക്കും, ഒരൊറ്റ പ്രാവശ്യം പങ്കെടുക്കും, എന്നിട്ട് പറയും എന്താണ് ഇവിടെ പറയാനുള്ള തകരാറ് എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ ദിവസമാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു തീരുമാനം എടുക്കുന്ന ദിവസമായി മാറണം ഇന്ന്. എന്താ തീരുമാനം? ഇതിന്റെ സംഘാടകരോടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, വൈസ് പ്രസിഡന്റ് ആകട്ടെ, അതിന്റെ ഭാരവാഹികൾക്കാണ് എന്നീ മിനാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടാൽ പള്ളിയുടെ ഭാരവാഹികൾ 1ാമത്തെ സഫിൽ ഉണ്ടാകണം. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പള്ളിയുടെ പ്രത്യേകതയായിട്ട് വരേണ്ടത്. മുന്നിൽ നടക്കേണ്ടത് അവർ മുന്നിൽ നടക്കണം. അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ടാകണം, അതിന്റെ ബാക്കിയുള്ള ആളുകൾ ഉണ്ടാകണം. അതെ, ഇന്ന് മുതൽ ഒരു നിമിത്തമാകട്ടെ. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഈ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുള്ളൂ എന്ന് ഇവിടുന്ന് നമുക്ക് ഇതിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ തീരുമാനിച്ചാൽ അതൊരു വലിയ തീരുമാനമായിരിക്കും. ഞാൻ ഒരു രോഗിനെ അടുത്ത് കാണാൻ പോയി. അപ്പൊ കണ്ടപ്പോൾ അയാള് വിവരങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ ഞാൻ പോരാൻ നേരത്ത് കൈ പിടിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് സലാം പറഞ്ഞപ്പോൾ അയാൾ പൊട്ടി കരയാണ്. അയാൾ ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ എന്താ ചോദിച്ചു, എനിക്ക് സമാധാനമാകുന്നുണ്ട്, പക്ഷെ എനിക്ക് പള്ളിക്കൊന്ന് ബാങ്ക് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പടക്കണം, പോകാൻ കഴിയണില്ലല്ലോ, കാല് പൊട്ടി കിടക്കുകയാണ്. ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞു ഏതോ ഒരു ഖുതുബ അദ്ദേഹം കേട്ടതാണത്രേ. നമസ്കാരത്തിന്, ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം ഖുതുബ കേട്ട അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പോകാതെ നിന്നിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പോകാൻ കഴിയില്ല, ബാങ്ക് കേൾക്കുമ്പോൾ എനിക്കൊരു പടച്ചിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലും നിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. കാരണം നിങ്ങൾ ഇതുവരെ പോയിന്നില്ലേ, നിങ്ങളെ കാരണം കൊണ്ടല്ലോ നിങ്ങൾ മുടങ്ങിയത്, അതതിന്റെ ഗുണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് ഈ പുതിയ പള്ളി വന്ന അന്നത്തെ ദിവസം എല്ലാവരും ഒരു തീരുമാനം എടുക്കുന്നതിന്റെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ ഞങ്ങൾ സുബഹിക്ക് മുടങ്ങൂല, ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ദിവസം. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പള്ളി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാക്കി മാറ്റുമാറാകട്ടെ. വിശ്വാസരംഗത്തും സ്വഭാവരംഗത്തും ആചാരരംഗത്തും ഒക്കെ വലിയൊരു മാറ്റം നമ്മിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു പൊതുസമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീം.